കല്യാണം കഴിഞ്ഞപ്പോഴേ വന്ന് തുടങ്ങി. അമ്മാച്ചൻ വിളിക്കുന്ന തെറി കേട്ടിട്ട് കുറെ ഡിമാൻഡ്സുകൾ വെക്കാൻ തുടങ്ങി. കുടുംബ ലൈഫ് തകരുന്നത് സീരിയൽ ഒരു പാർട്ടാണ്. അമ്മയുടെ കാൽപാദത്തിലാണ് മക്കൾക്ക് സ്വർഗം എന്നുള്ളതുണ്ട്. റൂമിലുള്ള കാര്യങ്ങൾ പോലും അനിയനുമായിട്ട് സംസാരിക്കും. അമ്മ തന്നെ പറയുന്നു കൊണ്ടുപോയി ചികിത്സയിലിടാം. ഞാൻ പഠിക്കാൻ പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ വന്നിട്ട് ഒരുമാതിരി സ്പേസ് ഇല്ലാതെ അതായത് അവർക്കെന്ന് പറയുന്നത് അവരുടെ ഉമ്മ സഹോദരങ്ങള് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ഭാര്യ. അതാണ് അവരുടെ ഇത്. അത് കഴിഞ്ഞ് ഭാര്യയ്ക്കും അവിടെ സ്ഥാനമുള്ളൂ. അതായത് എല്ലാവരുടെയും തീരുമാനം കഴിഞ്ഞിട്ട് ലാസ്റ്റ് വന്ന് പറഞ്ഞാലായി, പറഞ്ഞില്ലെങ്കിലായി. ഈ രണ്ടാമത്തെ പയ്യന്റെ വിവാഹം നേരത്തെ ഉറപ്പിച്ചു വെച്ചതാണ്. ഞാൻ അറിയുന്നത് തന്നെ ഉറപ്പിക്കുന്നതിന്, അതായത് ഇവര് മുന്നേ ഉറപ്പിച്ചു വെച്ച് ഇവര് കാണാൻ പോകുന്നുണ്ട് എല്ലാം ചെയ്തു. ഞാൻ ഇടയ്ക്ക് എന്റെ വീട്ടിൽ പോയി ഒരു ഇഷ്യൂ ഉണ്ടായിട്ടാണ് ഞാൻ പോകുന്നത്. അന്ന് ഇയാൾ പുറത്ത് ഗൾഫിൽ പോയപ്പോഴത്തേക്ക് പഠിക്കാൻ പോയ സമയത്ത് ഞാൻ തിരിച്ചു വന്നപ്പോൾ അമ്മാച്ചൻ കണ്ട് ചീത്ത വിളിച്ചു. ഇങ്ങനെ ഇതായിട്ട് നടക്കുന്നു എന്നുള്ളത്, തോന്നിയ ദിവസം പോലെ നടക്കുന്നു എന്നുള്ളത് പറഞ്ഞായിരുന്നു. അപ്പൊ അത് കേട്ടിട്ട് ഞാൻ എന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞ് ഞാൻ പോവുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ പുള്ളിക്കാരനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇനി വീട്ടിലോട്ട് പോകത്തില്ല, ഇങ്ങനെയാണ്, നിങ്ങൾ വന്നിട്ടേ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞപ്പോ പിന്നെ എന്നെ വിളിക്കാതെ ഒരു 4-5 മാസത്തോളം ഇരുന്നിട്ടുണ്ട്. പിന്നെ ആ പുള്ളിക്കാരൻ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോ വന്നപ്പോ വീണ്ടും കോംപ്രമൈസ് ആയിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ തന്നെയാണ്, കോംപ്രമൈസ് ചെയ്യുക, വീണ്ടും പ്രശ്നം ഉണ്ടാവുക. ചെറിയ പ്രശ്നമായിരിക്കും, അതിനെ വലുതാക്കുന്നപ്പോ ഞാനും ഭർത്താവും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അമ്മാവി കയറി വന്ന് അതിനെ അങ്ങ് വലുതാക്കി വെച്ചിട്ട് വലിയൊരു പ്രശ്നമൊക്കെ അവിടെ കാണിച്ച് അടിയുണ്ടാക്കി വീട്ടിൽ കൊണ്ടാക്കുക. ഇതാണ് ഇവരുടെ പരിപാടി. സ്വത്ത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഗോൾഡ് എന്നുള്ള സാധനം ഞാൻ കൊടുക്കാത്തതാണ് ഒന്നാമത്തെ പ്രശ്നം. ഫസ്റ്റ് ഞാൻ മാമിന്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ആയപ്പോഴത്തേക്ക് ഈ പുള്ളിക്ക് പണയം വെക്കാൻ പ്രശ്നം. പിന്നെ പണയം വെക്കാന്ന് പറഞ്ഞിട്ട് ഇവർ കുറെ സ്വർണ്ണങ്ങൾ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചു. ഫുൾ കസ്റ്റഡിയിലായി, ഓക്കെ ആയി. അതിനുശേഷം പിന്നെ എന്റെ വീട്ടുകാരെല്ലാം കൂടെ പറഞ്ഞു സെപ്പറേറ്റ് ആകുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് ഒരു വ്യത്യാസം വരും എന്നുള്ള രീതിക്ക് എല്ലാവരുടെയും മധ്യസ്ഥയിൽ വീട് വെക്കുന്നതിനെ കുറിച്ച് വന്നു. അപ്പൊ എന്റെ വീട്ടുകാർ പറഞ്ഞു, സമ്മതിച്ചു, ഓക്കെ പറഞ്ഞു. അങ്ങനെ എന്റെ വാപ്പ തന്നെ 10 സെന്റ് വസ്തു, അതായത് അയാളുടെ ഫാദറിൽ നിന്ന് മേടിച്ചിട്ടാണ് എനിക്ക് വെച്ച് തരുന്നത്. അത് ഒരു മോന് വിലയാധാരമായിട്ട്, അതായത് എഴുതി തന്നു. മോന്റെ കൂടെ പേരിലാണ് എഴുതിയത്. പൈസ എന്റെ വാപ്പ കൊടുത്തിട്ടാണ് ആ വസ്തു മേടിച്ച് അതിലൊരു 1300 സ്ക്വയർ ഫീറ്റ് ഒരു വീട് ഫുൾ ചെലവോടുകൂടി വെച്ച് തന്നു. അതായത് എന്റെ മോള് ജീവിക്കട്ടെ, അല്ലെങ്കിൽ അവർ നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്ത്. പക്ഷെ അവിടെ ഞങ്ങൾക്ക് പാളിച്ചയാണ് സംഭവിച്ചത്. നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ആയതിനു ശേഷം നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റില്ല. പിന്നെയാണ് ഈ വയലൻസ് കൂടിയത്, ഭയങ്കര പ്രശ്നങ്ങൾ കൂടി വന്നിട്ട് ഒരു കാര്യവും നോക്കിയില്ല. എനിക്കൊരു സർജറി വന്നിട്ടുണ്ട്. എനിക്ക് മയോമ ഉണ്ടായിരുന്നു. അതായത് 10 സെന്റിമീറ്ററോളം യൂട്രസിനകത്ത് ഒരു ട്യൂമർ വന്നിട്ട് അത് വളർന്ന് 10 സെന്റിമീറ്ററോളം വളർന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് അതിന്റെ കുറച്ച് അസ്വസ്ഥത കാരണം മുന്നേ ഞാൻ നോക്കിയപ്പോഴത്തേ അത് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് കയറി ഇതങ്ങ് വളർന്നു. ആ സമയത്ത് പുള്ളിക്കാരൻ നാട്ടിൽ തീർത്ത് വന്നു. അതായത് കുട്ടികളില്ല ഉണ്ടാവും ഒന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല, കുട്ടികളില്ലാത്തതിന്റെ പേരിൽ നാട്ടിൽ തീർത്ത് വരുന്നു എന്നുള്ള രീതിക്കാണ് പുള്ളി വന്നത്. പക്ഷെ അതിന് വേണ്ടിയിട്ടല്ല വന്നത്. പുള്ളിക്കാരന്റെ അച്ഛന് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു, ഗ്ലയോബ്ലാസ്റ്റോമ ആയിരുന്നു, ഗ്ലയോമ. അപ്പം അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നു. പുള്ളിയുടെ അച്ഛനെ നോക്കാനാണ് വന്നത്. പക്ഷെ പേര് വന്നത് എനിക്ക് കുട്ടികളില്ലാത്തത് കൊണ്ട് ഞാൻ വിളിച്ചു വരുത്തി എന്നുള്ളതിലോട്ട് പോയി. അങ്ങനെ വന്ന് സെപ്പറേറ്റ് ആയത്. അപ്പൊ വീടെന്ന് പറയുന്നത് കുറ്റി വെക്കുന്ന സമയത്ത് പുള്ളിക്കാരനുണ്ടായിരുന്നു. അന്ന് പുള്ളിക്കാരൻ പോയിട്ട് അല്ലെങ്കിൽ 5 പൈസ എനിക്ക് ഇതിനായിട്ട് എന്ന് പറഞ്ഞ് എനിക്ക് ഒരു 3 ലക്ഷം രൂപ, അത്ര എനിക്ക് ഓർമ്മയുള്ളൂ. ഓർമ്മയല്ല, 3 ലക്ഷം, കൂടിപ്പോയ 3, അതിൽ കൂടുതൽ അയച്ചില്ല. ബാക്കി കംപ്ലീറ്റ് എന്റെ വീട്ടുകാർ എനിക്ക് ചെയ്തു തന്നതാണ്. എന്താണ് നല്ലൊരു വീട്, എന്താണ് ഏതാണെന്ന് പുള്ളിക്കാരനെ അറിഞ്ഞിട്ടില്ല. വീട് എങ്ങനെ വെച്ചു എന്ന് അറിഞ്ഞിട്ടില്ല. ഫാദറാണ് ചെയ്തത്. അതെ, എല്ലാ ഫാദറാണ് ചെയ്തത്. എങ്ങനെയെങ്കിലും മോള് നല്ല രീതിയിൽ ജീവിക്കട്ടെ, സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വീട്, അതായത് ഞാൻ വീട് വെച്ച് പാലിയാസിന്റെ അന്ന് ആ കൊറോണ ടൈമൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ കടയിൽ നിന്ന് വരാൻ പറ്റും, എന്നിട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കുറെ പ്രശ്നങ്ങൾ, ഇഷ്യൂസ് ഉണ്ടാക്കി നീട്ടി കൊണ്ടുപോയി. വീടിങ്ങനെ വെച്ചിട്ടേക്കുന്നത് കണ്ട് ഓരോന്ന് നശിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനായിട്ട് തന്നെ മുന്നോട്ട് പറഞ്ഞ് വീട് പാലിയാച്ചണമെന്ന് പറഞ്ഞിട്ട് ഒക്കെ ഒരു ഡേറ്റ് എടുത്തു. സെപ്റ്റംബർ 5 അങ്ങനെയാണ് ലാസ്റ്റ് എടുത്ത് പാല് കാച്ചുന്നതിന്റെ അന്ന് ഈ പുള്ളിക്കാരൻ വന്ന് ഇറങ്ങുന്നു. അതായിരുന്നു ഫസ്റ്റ് ഒരു ട്വിസ്റ്റ്. ഞാൻ അറിയുന്നില്ല. പുള്ളി പാലിയാസിന്റെ അന്ന് രാവിലെ വരുന്നു, വന്നിറങ്ങി ഒരു സിമ്പിളനെ പോലെ ഇതൊക്കെ ഇട്ടിട്ട് എന്തോ വലിയ ഇതാണ് എന്ന് കാണിക്കുന്ന രീതിക്ക് ആ പുള്ളിക്കാരൻ അവിടെ വന്നിറങ്ങും. അതാണ് ആ വീട് വെക്കാനുള്ള കഷ്ടപ്പാട് ഒന്നും അറിഞ്ഞിട്ടില്ല, ഒന്നും അറിയാതെ വരുമായിരുന്നു.
അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തുണ്ടായി? അത് കഴിഞ്ഞതിന് ശേഷം പാല് വെച്ച് കഴിഞ്ഞു. ആ വീട്ടിലോട്ട് ഞങ്ങൾ സെപ്പറേറ്റ് ആയി. ഇന്റീരിയർ കംപ്ലീറ്റ് എല്ലാം ആ വീടിന്റെ A to Z വരെ എന്റെ ഫാദറാണ് ചെയ്തത്. ഫർണിച്ചർ മേടിച്ചത് ഞാനും ഫാദറും കൂടി തന്നെയാണ് ചെയ്തത്. അതായത് പൈസയുടെ കുറവ് പോലും അയാൾ അറിയിച്ചിട്ടില്ല. കാരണം ഒരു പുറത്തുനിന്ന് ഒരു ജോലിക്കാരനെ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ഞാനും എന്റെ പാപ്പയും കൂടി തന്നെയാണ് ചെയ്തത്. എന്റെ പാപ്പ ഒരു ഇലക്ട്രീഷ്യനും പ്ലംബറുമാണ്. ഏറ്റവും കൂടുതൽ ഒരു വീട് പണിക്ക് ഏറ്റവും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പണിയാണ്. പക്ഷെ പുള്ളിക്കാരൻ തന്നെ അത് ചെയ്തിട്ടും അയാൾക്ക് എന്നെ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. ഞാനും എന്റെ പാപ്പ എന്റെ അമ്മ ഞങ്ങൾ മോശക്കാരാണോ എന്നുള്ള രീതിക്കാണ് പുള്ളിയുടെ പ്രവൃത്തി. അവരുടെ രീതിയിൽ അവരുടെ അമ്മ മാത്രമാണ് പെർഫെക്റ്റ്. വേറെ പെണ്ണുങ്ങളെന്ന് പറയുന്നതേ പെർഫെക്റ്റ് അല്ല. പിന്നെ ഈ ഏറ്റവും അവസാനം ഇത്രയും വലിയ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോള് കെട്ടി അതൊക്കെ എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു മാം. അത് ഇഷ്യൂ ആവുന്നതെന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയി. എനിക്ക് ഒരു ഫൈബ്രോയിഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ മാം. ഫൈബ്രോയിഡ് ആയി ഈ വീട് വെച്ചതിന് ശേഷമാണ് അത് റിമൂവ് ചെയ്യുന്നത്. നിർത്തി അതവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ലോഡ്സിൽ വെച്ചിട്ടായിരുന്നു എനിക്ക് സർജറി എന്ന് പറയുമ്പം എനിക്ക് ഹാർട്ട് ബീറ്റ് ഹൈ ആവും. അപ്പം അതെനിക്കിങ്ങനെ മുന്നേ അനസ്തേഷ്യ കാണിച്ചപ്പോ ഹൈ ആണെന്ന് അറിഞ്ഞതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു 2 ദിവസം മുന്നേ ടാബ്ലറ്റ് കഴിച്ചു തുടങ്ങണം, എന്നിട്ട് സർജറി ചെയ്യാൻ പറ്റൂ. അതും ഒരു കാർഡിയോളജിസ്റ്റിന്റെയും കൂടി സാന്നിധ്യം വേണം, കാരണം അപ്പോഴെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമുക്കൊന്നും പറയത്തില്ല. അങ്ങനെ അന്ന് രാവിലെ എനിക്ക് ഫിക്സ് ചെയ്യുന്നു ഡേറ്റ്. പുറത്തുനിന്ന് ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ് ഡോക്ടർ വന്നിട്ടാണ് ചെയ്യുന്നത്. 10 സെന്റിമീറ്ററോളം ഉണ്ട് ആ ട്യൂമർ. അപ്പം സബേൻ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ് സാർ വരുന്നത്. വന്നിട്ടാണ് എനിക്ക് ചെയ്യുന്നത്. അങ്ങനെ വന്നു രാവിലത്തേക്ക് എനിക്ക് ഫിക്സ് ചെയ്തു. അതായത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള 3 പേഷ്യൻസ് ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ഞാനായിരുന്നു. 2ാമത്തെ സർജറി എനിക്കാ പറഞ്ഞിരുന്നത്. അപ്പൊ പുള്ളിക്കാരനടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി വരുന്നതെന്ന് പറയുന്നത് തലയ്ക്കുന്ന ദിവസം ഞങ്ങള് അഡ്മിറ്റ് ആവുന്നു. പുള്ളിയെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആയി. പുള്ളിക്ക് വേണമെങ്കിൽ പുറത്ത് നിൽക്കാം. കൊറോണ ആയതുകൊണ്ട് ഒരാളെ മാത്രമേ നിർത്തുള്ളൂ. അന്ന് പൈസ എന്റെ അമ്മയാണ് നിന്നത്. കാരണം ഞാൻ ഒരു പെണ്ണായത് കൊണ്ട് എന്റെ വീട്ടുകാർ തന്നെയാണ് എല്ലാം ഫുള്ള് എല്ലാം. അതായത് വീട്ടു ചെലപ്പ് ഉൾപ്പെടെ എന്റെ വീട്ടുകാരും ഞാനും കൂടി തന്നെയാണ് വായിച്ചത്. പുള്ളി ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം അങ്ങനെ ചെലവാക്കത്തില്ല. ചെലവാക്കിയാൽ തന്നെയും ഞങ്ങളുടെ വീട്ടിനകത്തൊരു കണക്ക് പുസ്തകം ഉണ്ടായിരിക്കും. ആ ബുക്കില് ഓരോന്നോരോന്ന് എഴുതും. മീൻ ഇത്ര രൂപ, മുട്ടായി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മുട്ടായി ഇത്ര, ഒരു കടുക് മേടിച്ചിട്ടുണ്ടെങ്കിൽ കടുകിന്റെ ബില്ല് വരെ അയാൾ എഴുതി വെക്കും. എന്നിട്ട് ടാലി ചെയ്തിട്ട് എന്റെ കയ്യിൽ നിന്ന് ഇത്ര രൂപ എന്ന് പറഞ്ഞ് മേടിക്കും. അതായത് മീരയ്ക്ക് വേണ്ടി ചെലവാക്കിയ രൂപ ഇത്രയാണ്. അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എനിക്ക് എന്തിനാ ഇങ്ങനെ ഒരു ഭർത്താവ്? എന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ജീവിക്കാമല്ലോ. അയാളുടെ ഒരു ആവശ്യം എനിക്കില്ലല്ലോ. കൂടെ കിടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരാളുടെ ആവശ്യം എനിക്കില്ല. എനിക്ക് താങ്ങും തണലും ആവാത്ത ഒരാളിനെ എനിക്ക് ആവശ്യമില്ല. എന്തിനാണ് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതിനാൽ ഒരുപാട് ഇൻസിഡൻസ് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പുറത്ത് പോയി എന്റെ പൈസക്ക് തന്നെയാണ് പുറത്ത് പോകുന്നെങ്കിൽ ഹോസ്പിറ്റൽ ആവശ്യത്തിന് വേണ്ടി ലോഡ്സിലാണ് വരുമ്പോഴത്തേക്ക് ലുലുമാൾ അടുത്തായതുകൊണ്ട് അവിടെ കയറുമ്പോഴത്തേക്ക് അയാളുടെ വീട്ടിലത്തേക്കെന്ന് പറഞ്ഞ് അയാൾ ട്രോളിങ് കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. നിനക്ക് വേണമെങ്കിൽ നീ വാങ്ങടി എന്ന് പറഞ്ഞ് അവിടെ ഇട്ട് എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിലിട്ട് എന്നെ അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പബ്ലിസിറ്റി ഇതായിട്ട് എന്നെ ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ. പിന്നെ ഈ സർജറിയുടെ ആ ടൈമില് എനിക്ക് ഏറ്റവും ഇതായിട്ട് വന്നത് അയാൾ പറഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അയാൾ മന്തി മേടിച്ച് ആഘോഷം നടത്തുന്നു. അത്രയ്ക്ക് മാത്രം ഇമോഷണലി ഒരു കണക്ഷനും ഇല്ല. അതായത് ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ മന്തി മേടിച്ച് ആഘോഷിക്കുമെന്ന് പറയണമെങ്കിൽ പിന്നെ അതിന്റെ ഇമോഷണലി ഡെഡായി പോയി മാരേജ്. അയാൾക്ക് അയാളുടെ ഉമ്മക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ അയാളുടെ കണ്ണിന് കണ്ണീര് വീഴും. അതായത് ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അയാൾ ആഘോഷിച്ചിരിക്കും. അതാണ്. അപ്പൊ ഞാൻ അത്രയും സഹിച്ച്, കാരണം ഒരു പെണ്ണും ചെയ്യില്ല. വീട്ടിൽ കിടന്ന സ്വത്ത് മൊത്തം കൊണ്ടുവന്ന് ഒരാൾക്ക് ഒരു വീട് ഫുള്ള് വെച്ചെടുക്കും. ഒരു ജീവിതത്തിന്റെ പകുതി പാർട്ടെന്ന് പറഞ്ഞ ഒരു വീടാകുമ്പോഴത്തേക്ക് പകുതി നമ്മൾ സെറ്റിലായെന്നാണല്ലേ അർത്ഥം. അതുവരെ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ട് ആ പുള്ളിക്കാരനെ ജീവിക്കണമെന്നില്ല. എന്നെ കളഞ്ഞാൽ മതി. അതായത് അയാൾക്ക് പ്ലാനാ. എനിക്ക് സർജറി കഴിഞ്ഞപ്പോൾ അയാൾക്ക് പ്ലാൻ തുടങ്ങിയതായിട്ട് എനിക്ക് മനസ്സിലായി. പക്ഷെ ഉപേക്ഷിക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷെ എന്നിട്ട് ഞാൻ അത് അയാളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതാണ് എനിക്ക് പറ്റിയ, ഞാൻ അയാളെ ഒരുപാട് വിശ്വസിച്ചു. അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. 6.5 വർഷം ഞാൻ അയാളിൽ വിശ്വസിച്ചത് കൊണ്ടാണ് എനിക്ക് എന്റെ വീട്ടുകാർ ഒരുപാട് തവണ പറഞ്ഞു പിന്മാറ് എന്ന് പറഞ്ഞിട്ട് പിന്മാറിയിട്ടില്ല. ഞാൻ മുന്നോട്ട് പോവാം, മാറും വാപ്പ, അല്ലെങ്കിൽ ഉമ്മ അത് മാറും. എനിക്കൊരു സംഭവം ഉണ്ട്, കഴുത്തിന് പിടിച്ച കാര്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിയോട് 6 മാസം താമസിച്ചു. അതിനുശേഷം ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊലപാതക ശ്രമം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഷോളിട്ട് കഴുത്ത് മുറുക്കുക എന്ന് പറഞ്ഞിട്ട് എന്നെ കാണിക്കുകയും ചെയ്യും. അപ്പൊ അത്രയും മാത്രം പീഡനം അനുഭവിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്തായിരുന്നു മീര അപ്പം സൊസൈറ്റിയെ പേടിച്ചിട്ടാണോ അതോ? സൊസൈറ്റി നമുക്ക് പറയാൻ പറ്റും. സൊസൈറ്റി എല്ലാം പോയി. എന്റെ വീട്ടുകാർ
എൻ്റെ വാപ്പ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനമാണിത്. അപ്പൊ എനിക്ക് അത് മൊത്തം എനിക്ക് തന്ന് ഇത്ര എന്റെ ഫാമിലി എല്ലാവരും ഹൈ ലെവലിൽ നല്ലൊരു പോലെ ജീവിക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ ജീവിതം മാത്രമല്ല ഈ ഒരു രീതിയിൽ നിൽക്കുന്നത്. അപ്പൊ അവരുടെ സ്റ്റാറ്റസ് എനിക്ക് നോക്കണം. അങ്ങനെയാണ് ഞാൻ കൂടുതലും പിടിച്ചു നിന്നത്. എനിക്ക് ബാക്കിൽ നിന്ന് അനിയത്തിമാര് വരുന്നുണ്ട് വിവാഹത്തിന്. അപ്പം ഒരു കുടുംബത്തിലൊരു ഇങ്ങനെ ഒരു ഇഷ്യൂ ഇരിക്കുമ്പം അവരുടെ സംബന്ധം അല്ലെങ്കിൽ അവരുടെ കാര്യം അതും എന്റെ മനസ്സിന്റെ ഉള്ളിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും എന്റെ ഒരു അനിയത്തിന്റെ മാരേജ് ഫിക്സ് ചെയ്തപ്പോൾ ഫസ്റ്റ് ഞാൻ അവരുടെ അടുത്ത് ഓൾറെഡി മുന്നേ ഇപ്പൊ എന്റെ കാര്യം ഞാൻ അതും പറഞ്ഞിട്ടാണ് അവരുടെ വിവാഹം ഉറപ്പിച്ചേക്കുന്നത്. കാരണം എന്നെ കൊണ്ട് ആ കുട്ടിയുടെ ജീവിതം പോവരുത്. നമ്മളൊന്നും ആഗ്രഹിക്കുന്നതല്ലല്ലോ ഇതിങ്ങനെയൊക്കെ അത് വരുമെന്ന്. മുന്നേ കുട്ടി ഞാൻ അവരുടെ ഫാമിലിയായിട്ട് സംസാരിച്ച് ഇപ്പോഴേ വെച്ചിട്ടുള്ളത്. പേടി കൊണ്ട് തന്നെയാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ മാരേജിൽ എന്തെങ്കിലും ഒരു ലവ് അല്ലെങ്കിൽ മീരയുടെ അടുത്ത് അയാൾക്കൊരു സ്നേഹമോ എന്തെങ്കിലും ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല. അതെനിക്ക് സർജറിയോട് കൂടി മനസ്സിലായി. കാരണം എല്ലാവരുടെ ഹസ്ബൻഡും ഇങ്ങനെ കാത്തു നിൽക്കും കഴിഞ്ഞിട്ട്. അപ്പം എന്നെ സർജറിക്ക് എടുക്കുന്നു. ആ സമയത്ത് പുള്ളി 12 മണിയായിട്ട് വന്നിട്ടില്ല. എനിക്ക് രാവിലെ എക്കോ കഴിയുന്നു. 10 മണിക്ക് പറഞ്ഞിട്ട് പുള്ളിയെ ഞാൻ കാണാതെയാണ് സർജറി റൂമിൽ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും യാത്ര പറഞ്ഞ് ഞാൻ കയറി പോകുന്നു. പോയി എനിക്ക് മയക്കം മാറുമ്പോഴത്തേക്ക് ഞാൻ കാണുന്നത് ഫസ്റ്റ് ഡോക്ടറെ കാണുന്നു. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ നിഴൽ ഇങ്ങനെ ഞാൻ കണ്ടു. അത്ര എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എന്നെ ICUലോട്ട് മാറ്റിയിട്ട് എന്നാണ് എനിക്ക് കുറച്ചും കൂടി ബോധം വീഴുന്നത്. അപ്പൊ ഈ പുള്ളിക്കാരൻ വന്നിട്ട് ഞാൻ പോണു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവിടെ നിന്നിട്ട് നഴ്സ് പറയുന്നു കട്ടനും ബിസ്ക്കറ്റും വാങ്ങി കൊടുക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ അമ്മേനെ ഈ പുള്ളി അകത്ത് വിളിച്ചിട്ട് പറയുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മോക്ക് വേണമെങ്കിൽ കട്ടനും ബിസ്ക്കറ്റും വാങ്ങി വെക്കണം. ഒരു ഹസ്ബൻഡ് ചെയ്യാനുള്ളത് എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു. പുള്ളി പോവുകയാണ് ചെയ്തത്. പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോഴത്തേക്ക് എല്ലാരും നടത്തിക്കും. ഞങ്ങൾക്ക് ഒരു ട്യൂബ് ഒരു സൈഡിൽ കൂടി ഇട്ടിരിക്കും. അപ്പം ഈ ഡോക്ടർ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ നമ്മളെ കമത്തിടി ബ്ലഡ് പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മളെ നടത്തിക്കും. ഈ നടത്തിക്കുമ്പോഴത്തേക്ക് എല്ലാവരുടെ ഹസ്ബൻഡുമാരാണ് കൊണ്ട് നടക്കുന്നത്. പക്ഷെ എൻ്റെ ഭാഗത്ത് എൻ്റെ അമ്മയാണ് കൊണ്ട് നടന്നത്. അയാൾ നിന്നിട്ടില്ല. അയാൾക്കും കൂടിയുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും ത്യാഗം ചെയ്തത്. പക്ഷെ അയാള് എൻ്റെ അസുഖം തന്നെയാണ്. പക്ഷെ അത് എനിക്ക് എടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, അത് അവിടെ ഇരുന്നോട്ടെ. പക്ഷെ അയാൾക്കുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയാണ് ഞാൻ വെച്ചത്. പക്ഷെ അയാൾക്കതൊന്നും ആയി ഒരു മാസം കഴിയപ്പോഴത്തേക്കും അത് അബോഷനായി. ഞാൻ കൺസീവ് ആയെന്ന് അറിഞ്ഞിട്ടും അയാൾക്ക് സന്തോഷമില്ല. അബോഷൻ ആയപ്പോഴും അയാൾക്ക് വിഷമമില്ല. പക്ഷെ അത് എനിക്ക് പറയാൻ പാടില്ല. ഒരു കുട്ടി അങ്ങനെ പോയി. പക്ഷെ എന്റെ ലൈഫിൽ ചിലപ്പോൾ കുട്ടി പോയത് എനിക്ക് നല്ലതായിരിക്കും. കാരണം ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് അതിപ്പോ എനിക്ക് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ കൂടി ഞാൻ നോക്കൂലെന്നല്ല മാം, നോക്കേണ്ടി വന്നേനെ. അതിന്റെ ചിലവ് അത് നാളെ ഒരു സമയത്ത് തന്തയില്ലാത്തൊരു കുട്ടി അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോയതിനെ അങ്ങനെ ഞാൻ കൊണ്ട് നടക്കണമായിരുന്നു. ഇപ്പൊ ഈ ഉപേക്ഷിക്കണം അല്ലെങ്കിൽ അവളെ പറയാം. അത് പറഞ്ഞെന്ന് വെച്ചാൽ പുള്ളിക്കാരന്റെ അച്ഛൻ ഞാൻ പറഞ്ഞു ഗ്ലയോബ്ലാസ്റ്റോമ ആയിരുന്നു. അപ്പം ലാസ്റ്റ് ഇതായി RCC എന്നൊക്കെ വിട്ടു പുള്ളിക്കാരന്. ആ സമയത്താണ് എനിക്ക് അബോഷൻ ആവുന്നത്. അപ്പൊ എനിക്ക് റെസ്റ്റ് 3 മന്ത് പറഞ്ഞു. ഞാനിങ്ങ് വീട്ടിൽ വന്നു. ആ ടൈമില് എന്റെ വീട്ടിൽ തന്നെ നിൽക്കണം. പുള്ളി ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ തന്നെ വരും. എൻ്റെ പാപ്പായെ നോക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പോകും. പക്ഷെ പുള്ളിക്കാരൻ പോകുന്നത് പുള്ളിക്കാരൻ്റെ അനിയന്റെ വീട് വെപ്പിന്റെ സ്ഥലത്തും അനിയന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് പോകുന്നതായിട്ട് ഞാൻ അറിയും. കാര്യങ്ങളെല്ലാം ചെയ്തു. ഞാൻ ഈ വയ്യാതെ ഇരുന്നിട്ട് ഞാൻ പുള്ളിയുടെ അച്ഛനെ അല്ല എന്റെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പൊ ഞാൻ പുള്ളിക്കാരന്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ 2 ദിവസം പോയപ്പോഴും പുള്ളിക്കാരൻ അവിടെ ഒരു ദിവസമേ ഉള്ളൂ. ബാക്കിയുള്ള ദിവസം ഉള്ളപ്പോ ഞാൻ അല്ലാതെ റിലേറ്റീവ്സിന്റെ അടുത്ത് ചോദിക്കുമ്പോഴും പുള്ളിയുടെ അനിയന്റെ വീട്, അയാൾക്ക് അനിയനും അനിയന്റെ വീട് അനിയന്റെ കാര്യങ്ങൾ അതാണ് അയാൾക്ക് ഇത് ഇമ്പോർട്ടന്റ്. അല്ലാതെ നമ്മുടെ ജീവിതം നമുക്ക് അങ്ങനെ ഇന്ന് പറഞ്ഞിട്ടില്ല. എല്ലാം അവർക്ക്. നമുക്ക് എന്നുള്ളൊരു വാക്ക് ഇന്ന് വരെ ഇല്ല. ഞാൻ നീ എന്നുള്ളതാണ് അവരുടെ. കാരണം ഫസ്റ്റ് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു AC കൊണ്ടുവന്ന് വെച്ചപ്പോ തന്നെ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നീ വേണമെങ്കിൽ വെക്ക്. അവര് പറഞ്ഞിട്ടാണ് AC വെച്ചത്. പക്ഷെ പറഞ്ഞതാണ് നിനക്ക് വേണമെങ്കിൽ നീ വെക്ക്. എന്റെ വാപ്പ പൈസ തന്നെയാണ് അവരുടെ വീട്ടിൽ വെച്ചേക്കുന്നത്. പിന്നെ അവസാനം ആ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി. എന്റെ വീട്ടുകാർ വെച്ച് എന്ന വീട്ടിൽ നിന്ന് ഇറക്കാനുള്ള കാരണം ഞാൻ പറയാം മാം. അബോഷൻ ടൈമിൽ വന്നിട്ട് പുള്ളിയുടെ കുടുംബ വീട്ടിലെ പുള്ളിയെ തിരിച്ചു കൊണ്ടുവന്നു. അപ്പൊ എന്നെ ഈ ഇതിലിരിക്കുവാണ് ഞാൻ റെസ്റ്റിലിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പുള്ളിയുടെ വീട്ടിൽ പോയി കൂടെ നിന്നപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരന്റെ ഷുഗർ ലെവൽ കൂടുതലും BP ഹൈയിൽ നിൽക്കുന്നു, സോഡിയം ലോയിൽ നിൽക്കും. അപ്പൊ ഇത് എല്ലാം ഒരേ ഇതിൽ വന്നാൽ മാത്രമേ പുള്ളിക്ക് രണ്ടാമതൊരു റീസർജറി ചെയ്യാൻ പറ്റൂന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് അമ്മായിയച്ഛന്. അപ്പം ആ ടൈമിൽ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഉപ്പ് കുറയ്ക്കണം എന്നുള്ള രീതി പറഞ്ഞു. അത് ഞാനിട്ട് അമ്മാച്ചനെ കൊല്ലാൻ വേണ്ടി ഹൈ ലെവൽ ഉപ്പിട്ട് കൊടുത്തു. പുള്ളിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് ഞാൻ ഫോൺ കോൾ വഴി ഞാൻ എൻ്റെ ഏതോ റിലേറ്റീവിൻ്റെ അടുത്തോ എൻ്റെ അമ്മയുടെ അടുത്തോ പറയുന്നു എന്നുള്ളൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ടാക്കിയിട്ടാണ്
അറിയിച്ചിട്ട് ഞാൻ ബാപ്പയെ കൊല്ലാൻ ശ്രമിച്ചു. അത് ഞാൻ അറിയുന്നില്ല, സംഭവം ഇങ്ങനെ പറയുന്നു. എന്നെ ഒരു ഇതിൽ ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ റൂമിൽ നിന്ന് പറഞ്ഞാൽ അവളെ കൊണ്ടുവന്ന് അവളെ വീട്ടിലാക്കട എന്ന് പറയുന്നു. ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന എണീറ്റതിന് ശേഷം പുള്ളിക്കാരൻ പറഞ്ഞ് വീട്ടിൽ പോകാൻ തുടങ്ങി. ഞാൻ ചോദിച്ചാൽ എവിടെ, പുതിയ വീട്ടിലാണോ? അല്ല, നിന്റെ വീട്ടിൽ എന്ന് പറഞ്ഞിട്ട് എന്റെ തുണിയല്ല. എന്തിനാ ഇപ്പൊ എന്നെ കൊണ്ടാക്കുന്നേ? അത് പറയാന്ന് പറഞ്ഞ് കൊണ്ട് എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് എന്റെ കൈ കൊണ്ട് അയാൾ ചായയും മേടിച്ച് കഴിച്ചു. ഭയങ്കര ഹാപ്പിയോട് കൂടി ഇറങ്ങിപ്പോയ ആള് പിറ്റേ ദിവസം പുതിയ വീടിന്റെ ലോക്ക് തല്ലി പൊട്ടിച്ചിട്ട് പുതിയൊരു ലോക്ക് അവിടെ വെക്കുന്നു. അതിന്റെ അകത്ത് കിടന്ന സാധനങ്ങൾ കംപ്ലീറ്റ് വാരി ഇയാൾ മാറ്റി. ഓരോന്ന് മാറ്റിയപ്പോൾ അടുത്തുള്ള ഒരാളെ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ അറിയിച്ചു. ഞാൻ ചെന്ന് കാണുമ്പോഴത്തേക്ക് വേറൊരു ലോക്ക് വെച്ചേക്കുന്നു. അത് തുറക്കുന്നില്ല. അതായത് മീര തിരിച്ച് ആ വീട്ടിലോട്ട് ഞാൻ വന്നു നോക്കിയപ്പോൾ പക്ഷെ അയാളത് പൂട്ടിയിട്ടില്ല. കാരണം ഞാൻ അത് കുത്തി പൊളിച്ചു അതിന്റെ അകത്ത് കയറണമെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വെച്ചൊരു കള്ളപ്പൂട്ടായിരുന്നു അത്. ഞാൻ തുറന്നു നോക്കിയപ്പോൾ ടിവിയും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഞാൻ എൻ്റെ വാപ്പായെ വിളിക്കുന്നു. ഞാൻ പറഞ്ഞു, വാപ്പ ഇവിടെ സാധനങ്ങളൊന്നുമില്ല, എന്തായിട്ട്. അങ്ങനെ ഫാമിലി റിലേറ്റീവ്സിനെ എല്ലാവരെയും അറിയിച്ചപ്പം പുള്ളിക്കാരൻ പറഞ്ഞത് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, അത് ഞാൻ എൻ്റെ സമയം അനുസരിച്ച് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. എൻ്റെ റിലേറ്റീവ്സ് എല്ലാം ഒരു ദിവസം പറഞ്ഞു. ഈ പുള്ളിക്കാരൻ്റെ സമയത്തിന് വിളിപ്പിച്ചു. വീട്ടിൽ വന്ന് എൻ്റെ ആൾക്കാർ ആക്ഷേപിച്ചു വിട്ടു. കാരണം പുള്ളി വന്നില്ല. അവര് രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ വന്നിരുന്നു. ചർച്ചയ്ക്കാണ് വിളിച്ചത്, പക്ഷെ അവര് വന്നില്ല. അവരുടെ കൊച്ചാപ്പയും വന്നില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്ക് സമയമുള്ളപ്പം വരാം, ഞാൻ കൊണ്ട് നിർത്തിയിരുന്ന വീട്ടിൽ നിന്ന് നീ എന്തിനു ഇവിടെ വന്നു, അതായത് പുതിയ വീട്ടിൽ എന്തിനു വന്നു. അപ്പൊ ഞാനിത് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞെന്ന് വെച്ചാൽ ഈ വീട്ടിൽ കിടന്ന സാധനം വാരിക്കൊണ്ടുപോയി, അത് എന്റെ ഇഷ്ടം, അത് വാരിക്കെട്ടിക്കൊണ്ടുപോയി നീ അറിയേണ്ട കാര്യമില്ല, ഞാൻ സംസാരിക്കാൻ വരും. എന്നിട്ട് പറഞ്ഞ് ഈ പുള്ളി വരാതെയായി. അങ്ങനെ ഞാനൊരു കേസ് കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്തു, ഇങ്ങനെയാണ് എന്ന്. അപ്പം പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് ഫോണിൽ കൂടി തന്നെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി എന്നെ വേണം എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. എനിക്ക് സംസാരിക്കാനുണ്ട്. അപ്പൊ പുള്ളിയുടെ അനിയൻ അവിടെ നിന്ന് പറഞ്ഞ ഞാൻ കേട്ടോ, നമുക്ക് സമയമുള്ളപ്പോൾ ഞങ്ങൾ വരും. പുള്ളിയുടെ അനിയനല്ലല്ലോ എന്നെ കെട്ടിയത്. ഈ പുള്ളിക്ക് ഒരു തീരുമാനമല്ലേ പറയേണ്ടത്, വേണോ വേണ്ടേ. എന്തായാലും അയാളുടെ പ്രവൃത്തിയിൽ നിന്ന് വേണ്ട ഉപേക്ഷിക്കുകയാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനിയുള്ള റിലേഷൻ വേണ്ട എന്നുള്ള രീതിയിൽ. പക്ഷെ നമ്മളിൽ നിന്ന് മേടിച്ച സാധനങ്ങളൊന്നും തിരിച്ചു തരാൻ തയ്യാറല്ല, തിരിഞ്ഞു നോക്കാനും തയ്യാറല്ല. പുള്ളി അവസാനം എൻ്റെ അടുത്ത് ഒരു പോയിന്റ് പറഞ്ഞു, നമ്മൾ ഈ കൺസ്യൂമർ പ്രോഡക്റ്റ് എന്ന് കേൾക്കൂലേ മാം, നമ്മളൊരു കടയിൽ ചെന്നിട്ട് ഒരു സാധനം വാങ്ങി, അപ്പൊ നമുക്ക് ഇതിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, നമ്മൾ ഉപയോഗിച്ച് കൊള്ളത്തില്ലെങ്കിൽ നമ്മൾ അങ്ങ് തിരിച്ചു കൊണ്ട് കളയും. അതാണ് എന്നെ ചെയ്തത്. അതായത് അയാൾ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നു, കുറച്ച് ജീവിച്ചു വെക്കപ്പോ എന്നെ കൊള്ളില്ല എന്ന് അയാൾക്ക് തോന്നി. അപ്പൊ നമ്മൾ കടയിൽ നിന്ന് സാധനം മേടിച്ച് റിട്ടേൺ ചെയ്തു എന്റെ വീട്ടിലേക്ക്. അതാണ് അവസാനം പറഞ്ഞു പോയി. എന്നിട്ട് കുറച്ച് ഡിപ്രഷനിലേക്കൊക്കെ പോയി ട്രീറ്റ്മെന്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് പഠിത്തം ഇപ്പൊ മുന്നോട്ട് കൊണ്ട് MA ഞാൻ ചെയ്തു, LLBക്ക് കയറാനായിട്ട് ഇതാക്കി. സന്തോഷം. വന്നിട്ട് ഇപ്പൊ പിന്നെ ഈ കേട്ടോണ്ടിരിക്കുന്ന പെൺകുട്ടികളുണ്ട്, വളരെ ചെറിയ പ്രായത്തിലാണ് മീരയും കല്യാണം കഴിച്ചുകൊണ്ട് കൊടുത്തത്. അപ്പൊ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്താണ്? ഇപ്പൊ ഒരു മാരേജിനാവട്ടെ, അല്ലെങ്കിൽ ഒരു സ്ത്രീധനാവട്ടെ, അല്ലെങ്കിൽ അവരുടെ ഫാമിലി ലൈഫിൽ അവരുടെ എക്സ്പെക്ടേഷൻസ് പോലെ നടക്കുക, എന്ത് തന്നെയാണെങ്കിലും മീരയുടെ ഉള്ളിൽ തോന്നുന്ന ഒരു എന്താണ്? ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾക്ക് കൊടുക്കാവുന്ന എഡ്യൂക്കേഷൻ തന്നെയാണ്. അവരെ സ്വന്തം കാലിൽ നിർത്താൻ ഇതാക്കി വിടുക. അല്ലാതെ ഒരു പയ്യൻ വന്നിട്ട് നിങ്ങളുടെ മോക്ക് ഇത്ര ഞങ്ങൾ ഒരു ഓഫർ വെച്ചിട്ട് അത് കേട്ട്, ഇല്ലെങ്കിൽ ഏറ്റവും കൂടിയ ഹൈ ലെവലിലുള്ള വീട്ടിലാണ്, അല്ലെങ്കിൽ പണക്കാരനാണ്, അല്ലെങ്കിൽ അവരുടെ ജോബ് ഇത്രയാണ് എന്ന് നോക്കിയിട്ട് ഒരിക്കലും ഒരു പെൺകുട്ടിയെ വീട്ടിലോട്ട് തള്ളി അയക്കരുത്. അവരെ ഏറ്റവും കൂടുതൽ ആ പൈസ വെച്ചിട്ട് പറ്റുമെങ്കിൽ ആ പെൺകുട്ടിയെ എത്രത്തോളം പഠിപ്പിക്കാൻ പറ്റുമോ അവരെ പഠിപ്പിക്കുക. അവർക്കൊരു ജോലി വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന ജോലിയാണെങ്കിൽ വാങ്ങി തന്നെ കൊടുക്കുക. അവരെ സ്വന്തം കാലിൽ നിർത്തുക. അതാണ് എനിക്ക് ഈ സമൂഹത്തോട് ഒന്നാമത്തെ പറയാനുള്ള ഒരു പോയിന്റ്. രണ്ടാമത്, സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പക്വതയുള്ള സമയത്ത് മാത്രമേ വിവാഹം കഴിപ്പിക്കാവൂ. അല്ലാതെ പിടിച്ചു വെച്ച് ഒരു വിവാഹം നടത്തരുത്. അത് അവരുടെ ജീവിതത്തിൽ പരാജയം തന്നെ. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് അത് തന്നെയാണ്. അത് പരാജയത്തിലോട്ട് തന്നെ പോകും, അത് ഉറപ്പാണ്. അതിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. മൂന്നാമത്, മതം ഞാനിപ്പം ഒരിതായിട്ട് പറയുന്നില്ല. കാരണം നമ്മളൊരു പുരുഷനെ നോക്കുക, അവരുമായിട്ട് ഒരു പയ്യനെ നോക്കിയെടുക്കുക, നമ്മളതുമായിട്ട് സംസാരിക്കുക, അവരുമായിട്ട് യോജിച്ച് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ആദ്യമേ മുൻകൂട്ടി ഒരു ഇത് സംസാരിക്കാൻ വീട്ടുകാർ തന്നെ അത് വിട്ടുകൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ പിടിച്ച് കെട്ടിച്ചതിന് ശേഷം ഒരു ലൈഫ് പകുതി പോയിട്ട് ബന്ധം മാറ്റിയിട്ട് വേറെ ഒന്ന് യോജിപ്പിക്കണേ കാട്ടി തന്നെ അവർ സ്വന്തമായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കട്ടെ, അവർ തീരുമാനിക്കട്ടെ അവരുടെ ജീവിതം എന്താണ്, അത് നോക്കുക. അതാണ് എനിക്ക് ഈ സമൂഹത്തോട് പറയാനുള്ളത്. മീരയുടെ ജീവിതം നിങ്ങൾ കേട്ടല്ലോ. വേറെ ഒരു ചെറിയൊരു പെൺകുട്ടിയാണ്, പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കല്യാണം കഴിച്ചു, വിചാരിക്കാത്ത ലെവലിലേക്ക് ജീവിതം പോവേണ്ടി വന്നു.
അപ്പം മീരയ്ക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് സെൽഫായിട്ട് നിങ്ങൾ പഠിച്ച ഒരു ജോലിയൊക്കെ മേടിച്ചതിന് ശേഷം മാത്രം ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക. പിന്നെ അങ്ങനെ ഒരെണ്ണം വന്നു കഴിഞ്ഞപ്പോൾ മീരയുടെ ലൈഫിൽ അങ്ങനെ ഒരു ട്രാജിക് ആയിട്ട് അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച് പോയെന്നും പറഞ്ഞിട്ട് മീര കുറച്ച് നാൾ വിഷമിച്ചിരുന്നെങ്കിൽ ഇപ്പം നല്ല മിടുക്കിയായിട്ട് പഠിക്കുന്നുണ്ട്, അല്ലാതെ സ്വന്തം കാലിൽ നോക്കുന്നുണ്ട്, വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. ഞാൻ പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം.